നമസ്കാരം, ഞാൻ വിഷ്ണു ഉമ്മന്നൂർ. ഇതെൻ്റെ പുതിയ യൂട്യൂബ് ചാനൽ. ഈ കാണുന്നതാണ് ഞാൻ. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പഴയ ഗരീബുരത്ത് ട്രെയിൻ. കൊച്ചുവേളിയിൽ നിന്ന് ബോംബെ എത്തിയിട്ട് തിലകനഗർ വരെ പോകുന്നത്. അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് എൻ്റെ ചങ്ക ബ്രോ സജീറിനെയും അരുണിനെയാണ്. യൂട്യൂബ് ചാനൽ തുറക്കണമെന്ന് മോഹമായി ചെന്നുപെട്ടത് ജിനുവിൻ്റെ മുമ്പിൽ. അവനാണ് എന്നെ ഈ യൂട്യൂബ് ചാനൽ തുറക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തത്. അപ്പം നിങ്ങൾ കാണുന്നത് പഴയ ഗരീബുരത്ത് ട്രെയിൻ. പാവങ്ങൾക്ക് വേണ്ടി 2006 നമ്മുടെ ലാലു പ്രസാദ് യാദവ് സാറ് റെയിൽവേ മന്ത്രിയായിരുന്നപ്പോൾ ചെയ്ത ട്രെയിനാണത്. ഈ കാണുന്നത് കൊച്ചുവേളിക്കും എറണാകുളത്തിനും ഇടയ്ക്ക് ഒതുക്കിയിട്ടേക്കുന്ന ഗരീബുരത്ത് ട്രെയിൻ, പഴയ ട്രെയിൻ. പുതിയ ഗരീബുരത്ത് ട്രെയിനിൽ നിന്നുകൊണ്ട് പഴയ ഗരീബുരത്ത് ട്രെയിനിൻ്റെ വീഡിയോ എടുക്കുന്നു. ഗരീബുരത്ത് ട്രെയിനിൽ 73 സീറ്റും പുതിയ ഗരീബുരത്ത് ട്രെയിനിൽ 80 സീറ്റുമാണുള്ളത്. മറ്റുള്ള ട്രെയിനിനെ അപേക്ഷിച്ചിട്ട് പാവപ്പെട്ടവർക്ക് AC കോച്ചുകൾ ഉപയോഗിക്കണമെന്ന ഒരു വിഷയം മുന്നിൽ കണ്ടുകൊണ്ട് ലാലു പ്രസാദ് യാദവ് 2006 കൊണ്ടുവന്നതാണ് ഗരീബ് രഥ്. ഗരീബ് രഥ് എന്നതിൻ്റെ അർത്ഥം പാവങ്ങളുടെ രഥം എന്നാണ്. അതാണ് നിങ്ങളിപ്പോൾ കാണുന്ന ട്രെയിൻ. ഗരീബ് രഥ് ട്രെയിനിൽ 11 AC കോച്ചും 2 ചെയർ കാറുമാണ് ഉള്ളത്. J1, J2. പുതിയ LSP കോച്ചിലേക്ക് വരുമ്പോഴത്തേന് 16 തേർഡ് AC കോച്ചുകളും 3 ചെയർ കാർ J1, J2, J3 3 ചെയർ കാറുകളുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ തേർഡ് AC ടിക്കറ്റുകൾ ഏകദേശം 1500 രൂപയുടെ അകത്തേ ആകുന്നുള്ളൂ. ചെയർ കാറിൽ അതിലും കുറവാണ്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പുതിയ ഗരീബുരത്തിൻ്റെ റാക്കുകളാണ്. ഈ ഗരീബുരത്ത് ട്രെയിൻ കൊച്ചുവേളിയിൽ നിന്നും തിലകനഗർ, അതായത് ലോകമാന്യ തിലകൻ, മുംബൈ, മഹാരാഷ്ട്ര വരെ പോകുന്ന ട്രെയിനാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഗരീബ് രഥ് ട്രെയിൻ കൊച്ചുവേളിയിൽ നിന്നും 9:10 സർവീസ് തുടങ്ങി മുംബൈയിൽ പിറ്റേന്ന് രാവിലെ 11:45 എത്തിച്ചേരും. അവിടെ നിന്ന് 4:40 അന്നേ ദിവസം തന്നെ പുറപ്പെട്ട് തിരികെ പിറ്റേന്ന് 7:45 കൊച്ചുവേളിയിൽ വന്നു ചേരും. ഈ ചാനലിൽ ഞാൻ പുതിയ ആളായതുകൊണ്ട് എൻ്റെ സംസാരം നിങ്ങൾക്ക് ക്ലിയർ ആവണമെന്നില്ല. എങ്ങനെയാണ് ഈ ചാനൽ പ്രസൻറ്റേഷൻ ചെയ്യണമെന്നും അറിയത്തില്ല. എനിക്കറിയാവുന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. തെറ്റുണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുക. നിങ്ങളിലാവുന്ന വിധത്തിൽ എനിക്ക് സബ്സ്ക്രൈബുകൾ തന്ന് ലൈക്കുകൾ തന്ന് എൻ്റെ ചാനലിനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ ലൈക്കും സബ്സ്ക്രിപ്ഷനുമാണ് എനിക്ക് പുതിയ വീഡിയോകൾ ചെയ്യാനായിട്ടൊരു പ്രചോദനമാകുന്നത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇനിയും നല്ല വീഡിയോകൾ അടിപൊളിയായിട്ട് എഡിറ്റ് ചെയ്തിടുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗരീബ് രഥ് ട്രെയിനിൻ്റെ പുതിയ റാക്കിൻ്റെ ഉൾവശമാണ്. ഒരു സൈഡിൽ 6 സീറ്റുകളും ഓപ്പോസിറ്റ് സൈഡിൽ 2 സീറ്റും, അങ്ങനെ 80 സീറ്റ്. ഞങ്ങൾ ഈ ട്രെയിനിലെ കോൺട്രാക്ടർ സ്റ്റാഫുകളാണ്. ഞങ്ങളാണ് ഇതിൻ്റെ ബെഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അറ്റൻഡർ കം ബെഡിങ് ആണ്, ബെഡ്റൂമാണ് ഞങ്ങളുടെ തസ്തിക. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗരീബ് രഥിൻ്റെ പുതിയ റാക്കിലെ അറേഞ്ച്മെൻറ്റ് കാര്യങ്ങളുമാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു സൈഡിൽ 6 സീറ്റും ഓപ്പോസിറ്റ് സൈഡിൽ 2 സീറ്റും. ഇതിലെ തിലകനഗറിൽ വണ്ടി ഇപ്പോൾ ഹാൾട്ടിങ്ങിന് സമയത്തെടുത്ത വീഡിയോ ആണിത്. ഇനി ഇവിടെ നിന്ന് 4:40 തിരികെ കേരളത്തിലേക്ക് പുറപ്പെടുന്നതായിരിക്കും. തിരുവനന്തപുരം ഡിവിഷനിൽ നിന്ന് പുറപ്പെടുന്ന വണ്ടി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വൃത്തിയുള്ള ബാത്റൂമും കാര്യങ്ങളും തന്നെയാണ് ഇതിൽ കസ്റ്റമേഴ്സിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. സാധാരണക്കാരനും AC ട്രെയിൻ എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ഗരീബ് രഥ് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ പരമാവധി ഇത് പ്രയോജനപ്പെടുത്തുക. എൻ്റെ വീഡിയോ കണ്ട് പ്രോത്സാഹിപ്പിച്ചതിന് നന്ദി, നമസ്കാരം. തുടർന്നും ഇതുപോലുള്ള വീഡിയോയ്ക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ്